ലെമൺ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. ഇപ്പോൾ ഗ്യാസിൽ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്, നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാധനം വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് എന്നിവ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെക്കും. അതിനിപ്പം നമുക്ക് ലെമൺ ചേർക്കണം, അത് നമ്മൾ അവസാനമാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി, അതിൽ കടുക് ഇട്ടിട്ടുണ്ട്, അത് നന്നായിട്ട് വരുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് കടലപ്പരിപ്പ് ഇടണം. കടലപ്പരിപ്പ് ഇട്ടു. ഇനി നിലക്കടല ഇടണം. അപ്പോൾ അതൊന്ന് പൊട്ടാനുള്ള സാവകാശം കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിലക്കടല ഇട്ടിട്ടുണ്ടായിരുന്നു, അതിട്ടു. അത് കഴിഞ്ഞ് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അതാകുമ്പോൾ നമ്മളൊന്ന് മിക്സ് ആവണ വരെ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടണം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും വറ്റൽമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമ്മൾ എണ്ണയിലിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഗ്യാസ് നമ്മൾ ആവശ്യത്തിന് കത്തിക്കാൻ പാടുള്ളൂ, നന്നായിട്ട് ഇളക്കുക. നമ്മൾ ലെമൺ റൈസിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് ടേസ്റ്റ് വേണ്ടിയിട്ട്, അതുപോലെ കായപ്പൊടി കുറച്ചും കൂടി ചേർക്കണം. അത് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറുനാരങ്ങ അതിലേക്ക് ഒഴിക്കണം, പിഴിഞ്ഞൊഴിക്കുക. അപ്പം നമ്മൾ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ ചോയ്സ് മാതിരി നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ അതെടുക്കുക. നമ്മൾ രണ്ടും നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതിൽ നമ്മുടെ ആവശ്യത്തിന്, ഒരുപാട് കൂടാനും പാടില്ല, കമ്മിയാവാനും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചോറ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഗ്യാസിൽ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് റൈസ് നമ്മൾ അതിലേക്ക് ഇടുകയാണ്. അപ്പം നമ്മൾ നേരത്തെ നമുക്ക് റൈസ് ഇട്ടു. റൈസ് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. റൈസ് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. കാരണം നമ്മളതിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടത് കൊണ്ട് അതിൻ്റെ ഒരു മണവും അതുപോലെ തന്നെ അതിന് നല്ലൊരു ടേസ്റ്റും കൂടി ആവും. അതാ ലെമൺ റൈസ് നമ്മളല്ലേ ഗ്യാസ് ആവശ്യത്തിന് കത്തിച്ച ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ലെമൺ റൈസ് റെഡിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുക.